+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിലുള്ള ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കലാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ്. മിസ്റ്റർ സജീവ് ഇൻറ്റൻസ് ടു അപ്ലൈ ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ദിസ് ഇയർ. ഈ വർഷം സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സജീവിന് താല്പര്യമുണ്ട്. ബട്ട് ദ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് 32 ഇയേഴ്സ് ആസ് ഓൺ 1 ഓഗസ്റ്റ് 2025. പക്ഷേ ഓഗസ്റ്റ് 2025 ആകുമ്പോഴത്തേക്ക് പരമാവധി 32 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡിറ്റർമിൻ വെദർ ഹീ ഈസ് എലിജിബിൾ ടു അപ്ലൈ ഓർ നോട്ട് ബേസ്ഡ് ഓൺ ദ കട്ട് ഓഫ് ഏജ്. ഈ തന്നിരിക്കുന്ന പ്രായത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 6 സെപ്റ്റംബർ 1991. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6, 1991. അതിന് ഉചിതമായ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാനാണ് പറയുന്നത്. യൂസ് അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഡേറ്റ് വാല്യൂ എന്ന ഫംഗ്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡേറ്റിനെ നമ്പറായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു ഡേറ്റിനെ നമ്പറായിട്ട് കൺവെർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഈസിക്കൽ ടു ഡേറ്റ് വാല്യൂ. ഈ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ അതിനെയാണ് ഒരു നമ്പറായിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്ന നമ്പർ വരണമെങ്കിൽ നമ്മൾക്ക് ഏത് ഡേറ്റ് കൊടുക്കണമെന്ന് ആദ്യമേ നോക്കാം. ഒന്നെന്ന നമ്പർ നമ്മൾ വരാനായിട്ട് ഡബിൾ കോഡ്സിനകത്ത് 31/12/1899 കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഒന്നെന്ന നമ്പർ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒന്നെന്ന ആൻസർ കിട്ടി. ഈ ഫോർമുല ബാറിൽ നോക്കിയാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കാണാം. അപ്പോൾ രണ്ടെന്ന നമ്പർ വരണമെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഡേറ്റ് വാല്യൂ ഒന്ന് 1900. അപ്പോൾ ഇനി മൂന്നെന്ന നമ്പർ കിട്ടണമെങ്കിൽ ഏതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഈസിക്കൽ ടു ഡേറ്റ് വാല്യൂ രണ്ട് 1900 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 3 എന്ന ഡേറ്റ് വാല്യൂ കിട്ടും. ഇങ്ങനെ നമ്മൾ ഓരോ ഡേറ്റിന് ഓരോ നമ്പർ അലോട്ട് ചെയ്ത് വരുമ്പോൾ ഈ തന്നിരിക്കുന്ന 2 ഡേറ്റിന് നമ്മൾക്ക് ഓരോ നമ്പേഴ്സ് കിട്ടും. ആ നമ്പർ വെച്ചാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 ഡേറ്റിൻ്റെ ഡേറ്റ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെല്ലൊന്ന് വലുതാക്കുകയാണ്. ഈസിക്കൽ ടു ഡേറ്റ് വാല്യൂ 6991. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി. അടുത്തത് 1/8/2025. അപ്പോൾ നമുക്ക് മറ്റൊരു നമ്പർ കിട്ടി. ഇനി നമുക്ക് ഈ നമ്പറിൻ്റെ വ്യത്യാസം എടുക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. സെൽ അഡ്രസ്സ് കൊടുക്കുകയാണ് C7 - C5. ഇവിടെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മുകളിൽ ഫോർമുല ബാറിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. എൻ്റർ അടിക്കുക. നമുക്ക് അതിനൊരു നമ്പർ കിട്ടി. ഇനി ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. അതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്ര വർഷമുണ്ടെന്ന് കിട്ടും. ഈസിക്കൽ ടു ഈ സെൽ അഡ്രസ്സ് C8 / 365. എൻ്റർ അടിക്കുക. നമുക്ക് എത്ര കിട്ടും? 33.92 എന്ന് കിട്ടും. അപ്പോൾ അത് 32 വയസ്സിനേക്കാൾ കൂടുതലായതുകൊണ്ട് അദ്ദേഹം ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ യോഗ്യനല്ല എന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിറ്റർമിൻ വെദർ ഹീസ് എലിജിബിൾ ഓർ നോട്ട് എന്ന് നമ്മൾ ഇനി അടുത്ത ഒരു സെല്ലിൽ നമ്മുടെ ആൻസറായിട്ട് കിട്ടണമെങ്കിൽ നമ്മളതിന് ഇഫ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഈസിക്കൽ ടു ഇഫ്
ഇഫ് നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈസിക്കൽ ടു ഇഫ് നമ്മൾ ഏത് സെല്ലാണ് ചെക്ക് ചെയ്യാനുള്ളത് ആ സെൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ C9 ആണ് ചെക്ക് ചെയ്യാനുള്ളത്. ഈ ഫോർമുല ബാറിൽ കാണാൻ പറ്റും C9 എന്താണോ നോക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32 ആണെങ്കിൽ, അതായത് 32 വയസ്സോ അതിൽ കുറവോ ആണെങ്കിൽ അദ്ദേഹം എന്താണ്, എലിജിബിൾ ആണ്. അല്ല എങ്കിൽ അദ്ദേഹം എന്തല്ല, എലിജിബിൾ അല്ല. ഇവിടെ 32 വയസ്സിൽ കൂടുതലാണോ അല്ലയോ എന്ന് പറഞ്ഞ് അവിടെ നമുക്കൊരു കോമ വിട്ടുപോയി. അപ്പോൾ ആ കോമയും കൂടെ കൊടുത്ത് ഇഫ് നമ്മൾ ആദ്യം കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ കോമ കഴിഞ്ഞ് ആദ്യത്തതിൽ വരുന്നു. കണ്ടീഷൻ തെറ്റാണെങ്കിൽ കോമ കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് എന്ത് ആൻസർ കിട്ടി? നോട്ട് എലിജിബിൾ എന്ന് ആൻസർ കിട്ടി.